നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ സമ്മതമില്ലാതെ എന്റെ കല്യാണം നടത്താൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നടത്തൂടി, കല്യാണം ഞങ്ങൾ നടത്തും. ഇത്രയും കാലം എല്ലാരും കൂടി അതങ്ങ് വൈകിപ്പിച്ചു. ഇനി കാത്തിരിക്കാൻ പറ്റില്ല. മോളെ, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇടി ശരത്തുമോ നിന്നെ പൊന്നുപോലെ നോക്കും. വെറുതെ വ്യാമോഹിക്കുക നിങ്ങള്. ശരത്ത് നിങ്ങൾ മനസ്സിലാക്കിയ ആളെ അല്ല. അവനെ പോലെ ഒരുത്തനെ ഇവളെ കല്യാണം കഴിച്ചു കൊടുത്താലുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർത്ത് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും നിങ്ങക്ക്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അച്ഛൻ സമ്മതിച്ചു പോലും. എനിക്കറിയാം എന്റെ അച്ഛന്റെ മനസ്സ്. സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിലേ അച്ഛനത് പറഞ്ഞേനെ. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അമ്മ സാവകാശം ആലോചിച്ച് നോക്ക്, അപ്പം മനസ്സിലാവും ഞങ്ങള് പറഞ്ഞതാ ശരിയെന്ന്. പാർവതി, വിട്ടുകൊടുക്കരുത്. പ്രയോഗിക്കാവുന്ന സകല ഭീഷണികളും പ്രയോഗിക്കണം. എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുത്തേ പറ്റൂ. അവിടെയാ നീ നിന്റെ മിടുക്ക് കാണിക്കേണ്ടത്. ആ, തീരുമാനത്തിന് വല്ല മാറ്റം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇല്ല, ഒരു മാറ്റവും ഇല്ല. പണ്ട് നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. നിനക്ക് ശരത്തിനെ ഇഷ്ടമായിരുന്നു എന്നല്ലേ? അതപ്പോഴല്ലേ. പക്ഷെ ഇപ്പൊ അല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താന്ന് നിനക്ക് അറിയാമോ? എന്ത് ഭവിഷ്യത്ത്? അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. ശരത്തിനെ അപമാനിച്ചിറക്കി വിട്ട അവൻ വെറുതെ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അപമാനിക്കൂ അവൻ. ഈ വീട്ടിലായിരുന്നു അവൻ താമസം. അവൻ എന്ത് പറഞ്ഞാലും ആളുകൾ അത് വിശ്വസിക്കും. പിന്നെ നിനക്കൊരു ആലോചന വരില്ല. ഒരു ആലോചനയും വരണ്ട. എന്തായാലും ഞാൻ ശരത്തിനെ കെട്ടാൻ പോകുന്നില്ല. അയാളെ കല്യാണം കഴിക്കുന്നതിൽ നല്ലത് സന്യസിക്കാൻ പോകുന്നതാ. അപ്പോ എന്നെ അനുസരിക്കാൻ നീ തയ്യാറല്ല? ഇക്കാര്യത്തിലല്ല. ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോഴോ? ഭീഷണിയാണോ? ഭീഷണിയൊന്നുമല്ല, മുന്നറിയിപ്പ്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എങ്ങനെ നോക്കും ഞാൻ അവന്റെ മുഖത്ത്? എന്തു പറയും പ്രഭാവതിയോട്? നാണക്കേട് സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പിന്നെ ഉണ്ടാവില്ല. ഇതിന്റെ പേരാണ് മണ്ടത്തരം. എവിടുന്നോ വന്ന ഏതോ ഒരുത്തിന് വേണ്ടി സ്വന്തം ജീവിതം കളയാൻ പോവാണെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചെയ്തോ, എനിക്കതൊന്നും പ്രശ്നമല്ല. എന്നെക്കാളും വലുതാണ് നിനക്ക് ദേവിക, അല്ലേടി? അവള് പറയുന്ന നുണകളാ നീ വിശ്വസിക്കുന്നത്. നുണകളല്ലമ്മേ, അമ്മയ്ക്കും അത് മനസ്സിലാവും. അതിനി അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ശരത്ത് ശരിക്കും ആരാണെന്ന് എല്ലാവർക്കും പിടികിട്ടും. ഒന്നും രണ്ടും ഒന്നും അല്ല, മഴ പോലെയാ കേസുകൾ വരാൻ പോകുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോലും നേരം ഉണ്ടാവില്ല. അപ്പ അമ്മ ചിന്തിക്കും ഈ കല്യാണം നടക്കാതിരുന്നത് നന്നായിന്ന്. ഇപ്പൊ ചീത്ത പറഞ്ഞില്ലേ, അതേ നാവ് കൊണ്ട് അമ്മ ഏട്ടത്തിയെ പുകഴ്ത്തും. ആ ഒരു നിമിഷത്തിന് സാക്ഷിയാവണമെങ്കിൽ അമ്മ ജീവനോടെ ഉണ്ടാവണം. ഇതൊരപേക്ഷയാണ്, തള്ളിക്കളയരുത്, സ്വീകരിക്കണം.